ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാരണം ഇവിടെ രാവിലെയാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഞാൻ ഇന്ന് അതിരാവിലെ തന്നെ വീഡിയോ എടുക്കാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ വൈകുന്നേരം നമ്മുടെ ശരണ്യ പറഞ്ഞു എന്നെ ദൃശ്യം 3 സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാളെ സെയിലുണ്ട്, അത് തിരക്കാണ്, അതൊന്നും വേണ്ട, പിന്നെ TV വരുമ്പോൾ കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പം അത് കിടന്നുറങ്ങിയാണ്. അപ്പം ചെന്നൊന്ന് വിളിച്ചെണീപ്പിച്ച് തന്നെ നമുക്ക് ശരണ്യയുടെ ഒരു ആഗ്രഹമല്ലേ, ആ ഒരു ന്യൂസ് ശരണ്യയോട് പറഞ്ഞേക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. ഉടനെ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല മഴയാണ്, ചെറുതായിട്ട് ഇടികുടുക്കമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് ശരണ്യനെ ഒന്ന് വിളിക്കാം. എനിക്ക് വന്നൊന്നും അറിയത്തില്ല, ഈ തണുപ്പത്തൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം. ശരണ്യ, ശരണ്യ കൊതുക് വല ഇട്ടിട്ടുണ്ട്, അതാണ് കാണാത്തത്. ഡോറൊന്നും അടച്ചിട്ടുണ്ട്, വലയൊക്കെ മാറ്റി. ശരണ്യ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഇതെന്തേ ഒരു മഴ പെയ്തപ്പോഴേ പുതച്ചു മൂടിയൊക്കെ കിടക്കാൻ തുടങ്ങിയ? ഒന്ന് എണീറ്റേ, നമ്മുടെ കൂട്ടുകാർക്ക് കണ്ട പാവം എണീറ്റ് കുത്തിയിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ട. കൂട്ടുകാരെ, ഇങ്ങനെ രാവിലെ എണീറ്റ് വന്നത് ഡേ ഇൻ മൈ ലൈഫിൽ പോലും അല്ലേ എടുത്തിട്ടില്ല. ഞാൻ എന്താ രാവിലെ വിളിച്ചു? കണ്ണൊക്കെ അങ്ങോട്ട് തുറയട്ടെ, തണുപ്പല്ലേ, അപ്പൊ ഇച്ചിരി നേരം കിടക്കണ്ടേ. ശനി ഇന്നലെ എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞ, ഇന്നലെ എന്തുവാ ഓർക്കണുണ്ടോ? ഇല്ലേ, ഞാൻ പറയാന്ന്. എന്നാണ് ഉറക്കത്തില്ലെന്ന് പറയണ കേട്ടെ. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞ തന്നെ. ഇന്നലെ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. മറന്നുപോയ സിനിമ കൊണ്ടുപോകാനാണോ? അത് ഓർത്തിരിക്കുകയാണോ ഇപ്പോഴേ? വേറൊന്നും പറഞ്ഞില്ല. ഇന്ന് എന്താണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല. ശന്യ, നമുക്കേ ദൃശ്യം 3 കാണാൻ പോയാലാ? പറ്റിക്കല്ല ശരണ്യ, ഉറക്കാങ്ങോട്ട് തീരുന്നില്ല. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ എണീറ്റ് പുറത്തോട്ടിറങ്ങുമ്പോൾ ശരണ്യതേ അതെന്നാണ് കാണിച്ച് അപ്പുറത്തെ വശവും കാണിച്ച് അഴിച്ച് പിന്നെയൊക്കെ ഇട്ടിരിക്കുന്നു 2 വശത്താട്ടും അല്ലേ? എന്നും ഇങ്ങനെ 2 വശത്താട്ടും സ്കൂൾ പിള്ളേരെ പോയ പിന്നി വെച്ചുണ്ടാക്കിയാണ് കിടന്നിറങ്ങണം അല്ലേ? വാ, നമ്മുടെ അമ്മേനെ കൂടിയാന്ന് കാണിക്കണ്ടേ കൂട്ടുകാരെ? ഉറക്കം തീർന്നില്ലേ എൻ്റെ ശരണ്യ? ആ ഉറക്കം പോയി. വാ, നമുക്ക് അമ്മേനെ കൂടി കാണിക്കാം. ശരണ്യ വാ, നമുക്ക് പോയി. ഇപ്പൊ അതെ അമ്മ കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ പല്ല് തേച്ചില്ല, പല്ല് കേൾക്കാൻ പോവാ. പല്ല് തേച്ചിട്ട് വരുമ്പോ വേണം അമ്മയുടെ കൈ കൊണ്ട് കാപ്പി തരാം എല്ലാ ദിവസവും. അത് ശരണ്യക്ക് നിർബന്ധ. അമ്മയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് കാപ്പി മേടിച്ച് കുടിച്ചോണ്ടാണ് തുടക്കം അല്ലേ? എന്നാ വാ, നമുക്ക് അമ്മേനെ കാണിച്ചേക്കാം. ഞാൻ മുടിയൊന്നും ചെയ്യട്ടെ, സുന്ദരിയായി വരാം. എന്നാ സുന്ദരിയായിട്ട് വാ. മഴ പെയ്തായിരുന്നു. ഫസ്റ്റ് അമ്മയാണ്. അല്ലെ തണുപ്പത്ത് പിന്നെ എഴുന്നേക്കണ പിന്നെ ഇവിടെ 6 മണിക്ക് ശരണ്യ എണീറ്റിരിക്കണം അല്ലേ? എനിക്കിങ്ങനെ ഈ ഞാൻ എണീറ്റ് കഴിയുമ്പോ ഇങ്ങനെ ഓരോരുത്തർ ചുരുണ്ട് കൂടി കിടക്കണ കാണുന്ന എനിക്ക്
എനിക്ക് ഇഷ്ടമല്ല. അത് വേണ്ട. ശരണ്യ രാവിലെ ഇന്നൊരു വാർത്തയുണ്ട്. എന്താണെന്നറിയാവോ? ആ നമ്മള് സിനിമയ്ക്ക് പോകുന്നു. അമ്മ എന്നാ? സിനിമയ്ക്ക് പോണ ആ എവിടാ? ചേർത്തലല്ലേ? ആ എന്നാ സിനിമ? ദൃശ്യം 3 ആണ്. ആ അമ്മ വന്നണ്ട. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം, അച്ഛനും അമ്മക്കും. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടിട്ടു. അച്ഛനും വരികയില്ല, അച്ഛൻ്റെ സിനിമ കണ്ട് അത്ര വലിയ താല്പര്യമില്ല. ആഹാ. അപ്പൊ ഒരു പണി ചെയ്യാം, ഞങ്ങൾ കണ്ണപ്പനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഞാൻ ശരണ്യോട് പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ? അപ്പൊ കണ്ണപ്പനെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ ആ നല്ല കാര്യം, ഞാനോർത്ത് അച്ഛനും അമ്മയൊക്കെ വരുമെന്ന്. നല്ല കാര്യം. നിങ്ങൾ 4 പേരും കൂടി പോയി സന്തോഷമായിട്ട് പോയി കണ്ടിട്ടൊക്കെ വാ. ആ അതേ കണ്ട അമ്മ അതെ രാവിലെ തന്നെ എന്നായിരിക്കാണ് സവോള അരിയണം, ദോശയുടെ മുളക് കണ്ട അതെ മുളക്. കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു ഈ മുളക് എങ്ങനെയാണ് ഇണക്കണം എന്നൊക്കെ അല്ലേ? അതെ. അതെ. പിന്നെ എന്തോ പല്ല് വെച്ചിട്ട് വാ, ഞാൻ കാപ്പി എടുത്ത് വെക്കാം. ആ ഞാൻ പള്ളിയൊക്കെ സ്പെഷ്യൽ എടുത്തിട്ട് ഫ്രഷൊക്കെ എടുത്തിരിക്കണുണ്ട്. അപ്പൊ കൂട്ടുകാരെ അമ്മ രാവിലെ തന്നെ അടപ്പയിൽ എന്തോ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ട ചൂടാക്കാൻ വെച്ച് കണ്ട ഒരു മഴ പെയ്തപ്പോ തന്നെ അച്ഛൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കണത്. മാത്രല്ല മകള് ചൂടുവെള്ളത്തില്ല. ആ ശരണ്യൊക്കെ ഉണ്ട്. ആണോ? രണ്ടുപേർക്കും കൂടെ വെള്ളം വെച്ചിരിക്കും. എന്റെ ദൈവമേ, ചൂടുവെള്ളത്തിലാണോ കുളിക്കണത്? ആണ്. എന്റെ ശരണ്യ ആരോഗ്യം കിട്ടണമെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കണം. ഇന്നലെ കുളിച്ച ഏത് വെള്ളത്തില? ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിച്ചത്. പച്ചവെള്ളത്തിലാണ് അമ്മ കുളിച്ചത്. അല്ല, ഞാൻ ചൂടാക്കി വെച്ച വെള്ളം ചൂടാക്കി തണുപ്പിച്ച് കാണും. ഞാൻ ചെന്നപ്പോ നല്ല തണുത്ത വെള്ളമായിട്ടാണ് ഇത്. തണുത്ത് പോയിട്ട് അപ്പൊ എങ്ങനെ ഇരിക്കും? ചൂടാക്കി വെച്ചായിരുന്നു. ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ മറ്റേ ഷവർ ഓണാക്കിയല്ലേ കുളിക്കുന്നത്. പക്ഷെ ഇന്നലെ ചൂടുവെള്ളാത്തന്നെ ബക്കറ്റിൽ അത് ഞാനവിടെ ചെന്നപ്പോ തണുത്തിരിക്കുക. അങ്ങനെ കുഴപ്പമില്ല. ഏത് തണുപ്പാണല്ലോ ഞാൻ പച്ചവെള്ളത്തിലേ കുളിക്കുള്ളൂ. ഞാനും പച്ചവെള്ളത്തിൽ. അമ്മ മഴയത്താ കുളിച്ചത്. ശരണ്യ എല്ലാ ദിവസവും ഇല്ലല്ലേ ഈ മഴക്കാലത്ത്. തണുപ്പ് കാലത്ത് മാത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട് കൂട്ടുകാരെ, ഇതിന് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരണ്യൊക്കെ അല്ലേ? ചെരുപ്പിടണം, തണുപ്പിന് കോച്ചി പിടിക്കുമല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പല്ല് വെച്ചിട്ട് വരാവേ. അത് കാരണമാണ് ഇച്ചിരി താമസിച്ച് എഴുന്നേക്കട്ടെന്ന് ഓർക്കണം. വിളിക്കല്ല, തണുപ്പ് കാലത്ത് വിളിക്കല്ല. പിന്നെ കൂട്ടുകാർ ചോദിക്കും നമ്മുടെ അച്ഛൻ എന്തെന്ന്. അച്ഛന് നല്ല ഉറക്കത്തിലാണ്. ഞാൻ അതിനെ പോയി ഉണർത്ത്. എന്തോ? ഞാൻ അതിനെ കൂടെ പോയി ഉണർത്താൻ. അല്ല, അച്ഛനെ ഞാൻ ഇപ്പോഴേ വിളിച്ചാൽ ശരിയായില്ല. അച്ഛനാണ് ഒത്തിരി താമസിച്ചാ കിടക്കണത്. ഈ ഫോണും നോക്കി ഇരിക്കും അല്ലേ അമ്മ വൈകുന്നേരം? അതെ, വൈകുന്നേരം ഫോണിൽ ആ ഞാൻ പല്ലൊക്കെ തേച്ച് ഞാൻ രാവിലെ എണീറ്റതല്ലേ. ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം. കാപ്പി കുടിക്കും. കൂട്ടുകാരെ അങ്ങനതെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതേ ശരണ്യം കൂടി അടുക്കളയിലാട്ട് കയറിയല്ലേ? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോലെ ചമ്മന്തി. ചമ്മന്തി എന്നാ ചമ്മന്തി? തേങ്ങാ ചമ്മന്തിയാ? തേങ്ങാ ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി 2 സൈസ് ഉണ്ട്. ഏത് വേണേലും ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും. അപ്പൊ നമ്മുടെ മുളക് ചമ്മന്തി ചെയ്യുന്ന നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണമെന്ന്. അതേ കണ്ടാ കൂട്ടുകാരെ അങ്ങനെ അതെ ഉള്ളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഉള്ളിയല്ല, സവോള എല്ലാം റെഡിയാക്കി വെച്ചു. അത് ഉള്ളിയല്ലേ? അത് ഉള്ളി. ഇത് നമ്മുടെ സവോള ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി ഇച്ചിരി എണ്ണക്കകത്തോട്ടിടാം. അപ്പൊ ഇതാണ് നമ്മുടെ സവോള ചമ്മന്തി അല്ലേ? ഞാൻ ഒരു വെട്ട ഇട്ടേക്കട്ടെ, ഇച്ചിരി വെട്ടത്തിന്റെ കുറവുണ്ട്. അല്ല ലേറ്റ് ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ അതെ ലേറ്റ് വെട്ടം കൂടി വന്നപ്പോഴാണ് ഇത് കാണാനൊരു ഭംഗി. ഇച്ചിരി ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് തന്നെയാണ് ഇതൊന്ന് ഇച്ചിരി വാട്ടി കിട്ടണം. അങ്ങനെ വെന്താ? ഞാൻ ഗ്യാസ് എന്നാൽ ശരണ്യ ഇപ്പുറത്തെ ഗ്യാസ് അടപ്പിലാട്ട് പോയി, എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എടുത്ത് വെക്കണം. കൂട്ടുകാരെ കണ്ടതെ വെന്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഇത്രയും വേവേ ആകാവുള്ളൂ അല്ലേ? ഒന്ന് ഇളക്കി കാണിച്ചു കൊടുത്തേ ആദ്യം. കണ്ടാ കൂട്ടുകാരെ? അപ്പൊ അങ്ങനെ ചെറിയ വേവേ ആകാവുള്ളൂ അല്ലേ? ഫുള്ള് വേഗരുത്. അതെ, നമ്മുടെ മുളക് പൊടി ഒരു സ്വല്പം അതിലോട്ടിട്ട് നമ്മുടെ ദോശയുടെ കൂടെ നല്ല അടിപൊളി മുളക് ചമ്മന്തിയാണല്ലേ? അടിപൊളിയാ. നമുക്ക് ഇച്ചിരി മിന്നായി എല്ലാം ഒഴിക്കണം കേട്ടോ.
ഇത് ഇനി തീർന്ന് കത്തിക്കണ്ടല്ലേ? തീർന്ന് കത്തിക്കണ്ട. അല്ല അപ്പൊ മുളക് കറുത്ത് പോകത്തില്ല തീ കത്തിച്ചാ. അതിനാണ് ഇങ്ങനെ ആക്കണം. ഇതിന് തണുത്ത് കഴിയുമ്പോ വിനാഗിരി ഒഴിച്ചാൽ മതി. തണുത്ത് കഴിയുമ്പോ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം, വിനാഗിരി ഒഴിക്കണം. ഇത്രേ ഉള്ളു പരിപാടി. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് കളറൊക്കെ പിടിച്ചു വരുന്നത്. നല്ല നിറമാവും. നല്ല നിറമാവും. നല്ല നിറമായി. നല്ല നിറം. അപ്പൊ നമ്മുടെ ഈ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ അച്ഛന് പ്രത്യേകമുള്ള ഒരു മുളക് ചാറെന്ന് പറയും. അതാണ്. അത് അമ്മയ്ക്ക് അറിയാമേ ഉള്ളൂ. അച്ഛന് എങ്ങനെ ചെയ്യുന്നത് അതെനിക്കറിയാൻ മേല. അച്ഛന് ചാറെല്ലാം വേണം. ഇവിടെ 3 പേർക്ക് 3 ടൈപ്പാണല്ലേ. എനിക്ക് എന്നാണ് ചെയ്യാൻ പോണത്? തേങ്ങാ ചമ്മന്തി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങൾ. മാവ് കാണിക്കട്ടെ? ദോശമാവ്. ദോശമാവ് കാണിച്ചില്ലല്ലേ? മാവ് ചമ്മന്തി അരക്കാം. അമ്മ ചമ്മന്തി അരക്കാൻ പോണം. തേങ്ങാ ചമ്മന്തി. അപ്പൊ അങ്ങനെ 2 പേരും 2 ജോലിയിലാണ്. ഇനി തേങ്ങാ ചമ്മന്തി അരക്കണം. അച്ഛന് മുളക് ചാറാക്കി എടുക്കണം. അതെ അതിപ്പോ ശരണ്യ പറഞ്ഞതേ ഉള്ളു. അപ്പൊ എന്നാ രാവിലത്തെ പരിപാടിയൊക്കെ നടക്കട്ടെ. ശരണ്യ ദോശയൊക്കെ ചുട്ടു തരുന്ന? ദോശ ചുടാൻ തുടങ്ങിയതേ അല്ല. പിന്നെ നമ്മുടെ അച്ഛൻ എണീറ്റിട്ടുണ്ട്. അച്ഛനും റെഡി ആയിട്ടുണ്ട് ദോശ. ഇപ്പൊ റെഡിയാകും. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സെയില് പോകണം. കാരണം രാവിലെ പോയച്ചു വന്നാലല്ലേ നമുക്ക് സിനിമ കാണാൻ പോകാൻ പറ്റും. അത് മുമ്പ് എത്തണ്ടേ? അപ്പൊ വേഗം ഇത് ചുട്ടെടുക്ക്. മറിക്കാറായ 1-2 ചുട്ട് വെച്ചിട്ടുണ്ടല്ലോ. അത് കാണാൻ കുറഞ്ഞത്, ഇത് കാണാൻ കൂടിയത്. 4 പേരുടെ 4 ഐറ്റം. മറിയൊക്കെ കണ്ട, മറിച്ച മറിയൊക്കെ കണ്ട. അപ്പൊ ഇതെല്ലാം ചുട്ടെടുക്ക്. എന്നിട്ട് കഴിച്ചു. അത് കഴിക്കാം. നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഞാൻ ചുറ്റോണ്ട് വന്നേക്കാം. മക്കളെ ചമ്മന്തി എല്ലാം റെഡിയായത് കാണിച്ചു തരാം. അപ്പൊ ശരണ്യ അവിടെ ദോശ ചുട്ടോണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ മുളക് ചമ്മന്തി കണ്ട. ദോശയും കൊണ്ട് വരുന്നുണ്ടമ്മ ഒരാള്. ഇത് അച്ഛന്റെ മുളക് ചാറ് ചമ്മന്തി. മുളക് ചാറ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. മുളക് ചാറ് ചമ്മന്തി. അങ്ങനെ ശരണ്യ ചൂട് ദോശ കൊണ്ടുവന്ന്. പിന്നെ എനിക്കുള്ള തേങ്ങാ ചമ്മന്തി. ഇവിടെ പലതും പല ടൈപ്പില. കൂട്ടുകാരെല്ലാം കാപ്പി കുടിച്ചെന്ന് ഓർക്കുന്നു. ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോകുന്നു. നല്ല മഴ വരുന്നുണ്ട്. മഴ ഒന്ന് പോയി ഇതേ വീണ്ടും വരുന്നു. അച്ഛനെ വിളിക്കുകയാണ് ഞാൻ. നമ്മുടെ അച്ഛൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതെ അച്ഛ ഒന്ന് കൂട്ടുകാർക്ക് ആദ്യം ഒരു ഗുഡ് മോർണിംഗ് ഹായ് കൊടു. രാവിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഗുഡ് മോർണിംഗ്. നമ്മുടെ അച്ഛൻ അങ്ങനെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് എന്നാ വാ കഴിക്കുന്നുണ്ട് അച്ഛാ. അതെ ദോശയാകുമ്പോ അച്ഛന് ചൂടേടെ വേണമല്ലേ എല്ലാവർക്കും. അത് കാരണം എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയ. അപ്പൊ മക്കളെ എല്ലാരും രാവിലത്തെ കാപ്പുകൂടി കഴിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു. കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൂടി കഴിച്ചേക്കാം. അതൊക്കെ അല്ലേ ഉള്ളത്. നമ്മൾ നേരത്തെ ആഹാരത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ എല്ലാവരും കഴിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. കഴിക്കാത്തവർ നമുക്ക് ഒന്നിച്ച് കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ പോയേക്കാം. അതെ ദോശയൊക്കെ ആയിട്ട് വന്നല്ലോ. ചൂട് ദോശ ആ ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഉള്ള കൃത്യമായ കാര്യങ്ങൾ നടന്നു തരാം. അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അല്ല അച്ഛാ പിന്നെ ദൃശ്യം 3 ഇറങ്ങിയായിരുന്നു. നമ്മുടെ ലാലേട്ടന്റെ. അപ്പൊ അപ്പൊ നാല് പേര് ആരാണെന്ന് പോലും അച്ഛൻ ചോദിച്ചില്ല. അല്ല അതല്ല 4 പേരെന്ന് പറയുമ്പോ നമ്മള് 4 പേര്. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറയാൻ
അപ്പൊ അത് ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതാ അത് പിള്ളേരുമായിട്ട് പോകാനുള്ള പരിപാടി അല്ല ആയിരിക്കണം. ഇല്ല നിങ്ങൾ പൊക്കോ, നിങ്ങളെ ആദ്യത്തിനെയും അർച്ചനയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെ അച്ചക്കുട്ടീനെ പൊക്കോ കേട്ടാ, പോയി കണ്ടിട്ട് പോകാം കേട്ടാ. ആ ആ ദോശ കരിയൊന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. അതങ്ങനെ എന്നാ അച്ഛൻ്റെ നല്ല അടിപൊളി മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തി മുളക് ചാറൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുക. ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി അച്ഛക്കുട്ടിയും കണ്ണനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി സിനിമയ്ക്ക് പോയി ചേർത്തലേക്ക്. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. ഞങ്ങൾക്ക് അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടവരെ ബൈ.